ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ കഥയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് കുഞ്ഞാറ്റയും കൊതുകമ്മയും. ഒരിടത്ത് കുഞ്ഞാറ്റ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവൾക്ക് അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്നൊരു ദിവസം മാരകമായ അസുഖം ബാധിച്ച് കുഞ്ഞാറ്റയുടെ അമ്മ മരിച്ചു. അതോടെ വീട്ടിൽ അവൾ തനിച്ചായി. അമ്മയെ നഷ്ടപ്പെട്ട ദുഃഖവും വിശപ്പു മൂലമുള്ള ക്ഷീണവും കുഞ്ഞാറ്റയെ ആകെ തളർത്തി. കരഞ്ഞു തളർന്നിരുന്ന അവളെ അടുത്ത വീട്ടിലെ ഒരു മുത്തശ്ശി അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുത്തശ്ശിക്കും ആരുമില്ലായിരുന്നു. മുത്തശ്ശി അവളെ സമാധാനിപ്പിച്ച് വയറു നിറയെ ആഹാരം കൊടുത്തു. പിന്നെ മുത്തശ്ശിയുടെ കൂടെ അവരെ സഹായിച്ചുകൊണ്ട് അവൾ ആ വീട്ടിൽ താമസം ആരംഭിച്ചു. അങ്ങനെ ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. ഒരു ദിവസം മുത്തശ്ശി കാല് ഉളുക്കിയതിനാൽ ഒന്നിനും വയ്യാതായി. എഴുന്നേറ്റ് ആഹാരം പാകം ചെയ്യാനോ അവരുടെ ആടുകളെ നോക്കാനോ ഒന്നിനും പറ്റാതായി. അപ്പോൾ കുഞ്ഞാറ്റ ആ വീട്ടുജോലികളൊക്കെ ചെയ്തു തീർത്തു. പിന്നെ മുത്തശ്ശിയുടെ ആടിനെയും കൂട്ടി ദൂരെയുള്ള കുന്നിൻ ചെരുവിലേക്ക് പോയി. കുഞ്ഞാറ്റ ഓരോ ഇലകളും പൊട്ടിച്ച ആടിൻ്റെ വായിൽ വെച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആടിൻ്റെ വയർ നിറഞ്ഞു. ആട് അവിടെ കിടന്നു. അവൾ ആടിനെയും എഴുന്നേൽപ്പിച്ച് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു വലിയ ഇടിയോടുകൂടിയ കാറ്റും മഴയും ആരംഭിച്ചു. ഇടിയുടെ ശബ്ദം കേട്ട് പേടിച്ച് കുഞ്ഞാട് വലിച്ച് ദൂരേക്ക് ഓടിപ്പോയി. കുഞ്ഞാറ്റ വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്കായി. പേടിയോടെ അവൾ ഒരു മരച്ചുവട്ടിൽ ചുരുണ്ടുകൂടിയിരുന്നു. ഓരോ ഇടി വെട്ടുമ്പോഴും അവൾ ഞെട്ടിവിറച്ചു. അവൾക്ക് ചെറുപ്പം മുതലേ ഇടിയോട് വലിയ പേടിയായിരുന്നു. മഴ കൊണ്ടാണെങ്കിൽ അവൾ ആകെ നനഞ്ഞു. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഒരു കൊതുകമ്മ പറന്നു വന്നു. കുഞ്ഞാറ്റ തണുത്ത് വിറയ്ക്കുന്നത് കൊണ്ട് കൊതുകമ്മയ്ക്ക് അവളോട് അലിവ് തോന്നി. കൊതുകമ്മ കുഞ്ഞാറ്റയോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. അമ്മയില്ലാത്ത കുട്ടിയാണ് അവളെന്നറിഞ്ഞപ്പോൾ കൊതുകമ്മയ്ക്ക് അവളോട് കൂടുതൽ സ്നേഹവും സഹതാപവും തോന്നി. ഇടിയും മഴയും മാറുവോളം കൊതുകമ്മ കുഞ്ഞാറ്റയ്ക്ക് കൂട്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കൊതുകമ്മ കുഞ്ഞാറ്റയോട് പറഞ്ഞു, മോളെ, നീ ഒട്ടും വിഷമിക്കേണ്ട. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ കൊതുകമ്മയെ നീട്ടി വിളിച്ചാൽ മതി. ഞാൻ നിൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തും. ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്. ഇനി മോൾ പോയിക്കോ. ഞാനും പോവട്ടെ. എൻ്റെ വീട്ടിലും എൻ്റെ കുഞ്ഞുങ്ങൾ തനിച്ചാണ്. കൊതുകമ്മയോട് യാത്ര പറഞ്ഞ് കുഞ്ഞാറ്റ വേഗം അവിടെ നിന്നും പോയി. മഴ നനഞ്ഞതിനാൽ അന്ന് രാത്രി മുതൽ കുഞ്ഞാറ്റയ്ക്ക് പനി തുടങ്ങി. പിറ്റേന്ന് രാവിലെ പായയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും അവൾക്കായില്ല. മുത്തശ്ശിയും സുഖമില്ലാതെ കിടപ്പിലായതിനാൽ അവളെ പരിചരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഉച്ചയായപ്പോഴേക്കും അവളാകെ തളർന്നു. അപ്പോഴാണ് കൊതുകമ്മയെക്കുറിച്ച് അവൾ ഓർത്തത്. കുഞ്ഞാറ്റ അവിടെ കിടന്നുകൊണ്ട് കൊതുകമ്മയെ വിളിച്ചു. അല്പസമയത്തിനകം കൊതുകമ്മ അവിടെ പറന്നെത്തി. കുഞ്ഞാറ്റ പനിച്ച് വിറച്ചു കിടക്കുന്നത് കണ്ട് കൊതുകമ്മയ്ക്ക് സങ്കടമായി. കൊതുകമ്മ കുഞ്ഞാറ്റയെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. പിന്നെ പറഞ്ഞു, മോൾ വിഷമിക്കേണ്ട. പനി മാറാനുള്ള മരുന്നുമായി ഞാൻ ഇപ്പോൾ വരാം. കൊതുകമ്മ വേഗം അവിടെ നിന്നും അടുത്ത കുറ്റിക്കാട്ടിലേക്ക് പറന്നുപോയി. പിന്നെ ഒരു പച്ചില പറിച്ചെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് സ്വന്തം സൂചിയിലെടുത്ത് അതുമായി കുഞ്ഞാറ്റയുടെ അടുത്തെത്തി. കൊതുകമ്മ പറഞ്ഞു, മോളെ, നിൻ്റെ പനി മാറാൻ ഞാൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണ്. ഇഞ്ചക്ഷൻ എന്ന് കേട്ടപ്പോൾ കുഞ്ഞാറ്റ കരയാൻ തുടങ്ങി. അത് കണ്ട് കൊതുകമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോൾ പേടിക്കേണ്ട, ഞാൻ പതുക്കെ കുത്തു. കൊതുകമ്മ കുഞ്ഞാറ്റയെ തലോടിക്കൊണ്ട് ഒരു മൂളിപ്പാട്ട് പാടി. ആ പാട്ട് കേട്ട് കുഞ്ഞാറ്റ പതുക്കെ ഉറങ്ങാൻ തുടങ്ങി. ഈ തക്കത്തിന് കുഞ്ഞാറ്റയെ ഉണർത്താതെ അവളുടെ തുടയിൽ പച്ചില മരുന്ന് കുത്തിവെച്ചു. അവൾ ഉണർന്ന് കരയാതിരിക്കാൻ കൊതുകമ്മ മൂളിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഓർമ്മയിലാണത്രേ ഇന്നും കൊതുകുകൾ നമ്മളെയൊക്കെ കടിക്കാൻ വരുമ്പോൾ മൂളിപ്പാട്ടും പാടിക്കൊണ്ട് വരുന്നത്. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ പിന്നെ വരാം കേട്ടോ.